വെനസ്വേല ഒരു തുടക്കമല്ല, അതൊരു അവസാനവുമല്ല. ചരിത്രത്തിൽ ചെറുതും വലുതുമായി 400ഓളം അധിനിവേശങ്ങളോ സൈനിക ഇടപെടലുകളോ ആണ് യുഎസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഭീകരവാദത്തിനെതിരെ ജനാധിപത്യം സംരക്ഷിക്കാൻ, ആഭ്യന്തര സംഘർഷങ്ങൾ പരിഹരിക്കാൻ, അങ്ങനെ അമേരിക്കൻ കടന്നുകയറ്റത്തിനുള്ള ന്യായങ്ങൾ പലതായിരുന്നു. പലപ്പോഴും ഇത് തങ്ങളുടെ ആഗോള ഉത്തരവാദിത്തമായാണ് യുഎസ് കണ്ടതുപോലും. ലാറ്റിൻ അമേരിക്ക, മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക, ലോകത്തിന്റെ മിക്ക ഭാഗങ്ങളിലും യുഎസ് സൈന്യത്തിന്റെ സാന്നിധ്യമുണ്ടായി. ഇപ്പോഴിതാ വെനസ്വേലയിൽ നടത്തിയ ആക്രമണത്തിനു പിന്നാലെ മെക്സിക്കോ, ക്യൂബ, കൊളംബിയ എന്നീ രാജ്യങ്ങൾക്കും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഓരോ അധിനിവേശങ്ങളിലൂടെയും യുഎസ് ഉന്നം വെച്ചത് എന്തായിരുന്നു? ഈ അധിനിവേശങ്ങൾ ലോകത്തെ കൂടുതൽ സുരക്ഷിതമാക്കിയോ അതോ കൂടുതൽ അസ്ഥിരമാക്കിയോ? ഓരോന്നായി പരിശോധിക്കാം. ക്യൂബയ്ക്കെതിരെ പല കാലങ്ങളിൽ യുഎസിന്റെ സൈനിക നീക്കം ഉണ്ടായിട്ടുണ്ട്. ഫിദൽ കാസ്ട്രോയുടെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണം അട്ടിമറിക്കാനുള്ള 1961 ദി ബേ ഓഫ് പിഗ്സ് ഇൻവെസ്റ്റിഗേഷൻ ആണ് ഇതിൽ പ്രധാനപ്പെട്ടത്. സ്പെയിനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാനുള്ള ക്യൂബയുടെ സമരങ്ങൾക്ക് പിന്തുണ നൽകിയ യുഎസ് അതിനുശേഷം അവരെ നിയന്ത്രണത്തിലാക്കാൻ ശ്രമിച്ചു. ഇത് തുടർച്ചയായ സംഘർഷത്തിന് കാരണമായി. എന്നാൽ ക്യൂബയിലെ പരാജയം യുഎസിന് വലിയ ക്ഷീണമായി. നിരവധി തവണ ഫിഡൽ കാസ്ട്രോയെ കൊല്ലാൻ സിഐഎ ശ്രമിച്ച ആരോപണങ്ങളും ഇതിനൊപ്പം ഓർക്കണം. ഉത്തര വിയറ്റ്നാമിലെ കമ്മ്യൂണിസ്റ്റ് ഭരണം അവസാനിപ്പിക്കാൻ ദക്ഷിണ വിയറ്റ്നാം ഭരണകൂടവുമായി ചേർന്ന് യുഎസും യുദ്ധം നടത്തിയിരുന്നു. 2 ദശകത്തിലേറെ നീണ്ടുനിന്ന യുദ്ധത്തിൽ 1964 യുഎസ് സൈന്യം പ്രകടമായി പങ്കാളിയായത്. 50,000-ലേറെ യുഎസ് സൈനികർ കൊല്ലപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് വിയറ്റ്നാമിന് റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെയും ദക്ഷിണ വിയറ്റ്നാമിന് യുഎസിന്റെയും മറ്റ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ചേരിയുടെയും പിന്തുണ കിട്ടിയതോടെ ശീതസമരത്തിന്റെ അരങ്ങായി വിയറ്റ്നാം യുദ്ധം മാറി. യുഎസ് സൈന്യം പ്രകടമായി പരാജയമറിഞ്ഞ ആദ്യ യുദ്ധം കൂടിയാണ്. വിദേശ രാജ്യത്ത് യുഎസ് നടത്തിയ ഏറ്റവും ദൈർഘ്യമേറിയ സൈനിക നടപടി അഫ്ഗാനിസ്ഥാനിലേതാണ്. 2001 സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്ററിന് നേരെ അൽ-ഖ്വയ്ദ നടത്തിയ ആക്രമണത്തിന് മറുപടിയായി നടത്തിയ സൈനിക നടപടിയായിരുന്നു ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം. അൽ-ഖ്വയ്ദയ്ക്ക് തണലൊരുക്കുന്ന അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണം അവസാനിപ്പിക്കുക, ഭീകരവാദത്തെ അമർച്ച ചെയ്യുക എന്നീ ലക്ഷ്യങ്ങളുമായി യുഎസ് സൈന്യം 2001 ഒക്ടോബർ 8 തുടങ്ങിയ സൈനിക നീക്കം 2021 അവസാനിപ്പിച്ചത്. വീണ്ടും അഫ്ഗാനിൽ പിടിമുറുക്കിയ താലിബാൻ യുഎസ് പിന്തുണയുള്ള സർക്കാരിനെ തകർത്ത് 2021 ഭരണം പിടിച്ചതോടെ 20 വർഷം നീണ്ട യുഎസ് അധിനിവേശം നിഷ്ഫലമായി. വെനസ്വേലയിലെ ഭരണം അട്ടിമറിക്കുന്നതിന് മുമ്പ് അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ഒരു രാജ്യത്തെ പ്രസിഡന്റിനെ പുറത്താക്കുന്നത് 33 വർഷങ്ങൾക്ക് മുമ്പ് പാനമ പ്രസിഡന്റ് മാനുവൽ നൊറീഗയെയാണ്. അമേരിക്കയിലേക്ക് ലഹരിമരുന്ന് കടത്തുന്നുവെന്ന ട്രംപ് പറയുന്ന അതേ ന്യായീകരണങ്ങളാണ് അന്ന് യുഎസ് പ്രസിഡന്റായിരുന്ന ജോർജ് ബുഷും നൊറീഗയ്ക്കെതിരെ പറഞ്ഞത്. ഓപ്പറേഷൻ ജസ്റ്റ് ക്രോസ് എന്ന് ഔദ്യോഗികമായി പേരിട്ട ദൗത്യത്തിൽ രാജ്യത്തുടനീളം തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ പിടിച്ചെടുക്കാൻ 20,000-ലധികം അമേരിക്കൻ സൈനികരെയാണ് വിന്യസിച്ചത്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 514 സൈനികരും സാധാരണക്കാരും കൊല്ലപ്പെട്ടു. എന്നാൽ മരിച്ചവരുടെ എണ്ണം 1000-ഓളം വരുമെന്നാണ് കരുതപ്പെടുന്നത്. അമേരിക്കയ്ക്ക് 23 സൈനികരെയും നഷ്ടപ്പെട്ടു. യുഎസ് സൈന്യം മുന്നേറിയപ്പോൾ വത്തിക്കാന്റെ നയതന്ത്ര കാര്യാലയത്തിൽ അഭയം തേടിയ നൊറീഗ 11 ദിവസത്തിന് ശേഷം യുഎസിന് മുന്നിൽ കീഴടങ്ങി. ഇറാഖ് കുവൈത്തിനെ ആക്രമിച്ചതിനെ തുടർന്ന് യുഎസ് നേതൃത്വത്തിലുള്ള സഖ്യം ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം എന്ന പേരിൽ വ്യോമാക്രമണവും കരയുദ്ധവും നടത്തി. 1991 നടന്ന യുദ്ധത്തിൽ ഇറാഖിനെ സഖ്യം പരാജയപ്പെടുത്തി. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഏറ്റവും വലിയ അഭയാർത്ഥി പ്രവാഹത്തിന് ഈ യുദ്ധം കാരണമായി. 2003 ഇറാഖ് പ്രസിഡന്റ് സദാം ഹുസൈൻ 48 മണിക്കൂറിനകം രാജ്യം വിട്ടു പോകണമെന്ന് യുഎസ് അന്ത്യശാസനം നൽകി. ഇത് അംഗീകരിക്കാതിരുന്നതോടെ യുഎസ് സൈന്യം 2003 മാർച്ച് 20 ആക്രമണം തുടങ്ങി. സദാമിനെ പിടികൂടിയ യുഎസ് സൈന്യം 2006 അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധേയമാക്കി. പിന്നീട് സഖ്യകക്ഷികൾക്കെതിരെ ഇറാഖിൽ വമ്പിച്ച പ്രതിഷേധമുയർന്നു. 2011 സഖ്യസേന ഇറാഖിൽ നിന്ന് പിന്മാറി. ആഫ്രിക്കൻ രാജ്യമായ ലിബിയയിൽ മുഅമ്മർ ഗദാഫി ഭരണത്തിനെതിരെ ആഭ്യന്തര സംഘർഷം മൂർച്ഛിച്ചതോടെയാണ് യുഎസ് പ്രശ്നത്തിൽ ഇടപെട്ടത്. സാധാരണക്കാരുടെ ജീവിതം പ്രതിസന്ധിയിലായി എന്നായിരുന്നു പ്രസിഡന്റ് ബരാക് ഒബാമ നൽകിയ വാദം. 2015-2019 കാലത്ത് വീണ്ടും യുഎസിന്റെ ഇടപെടലുണ്ടായി. കരീബിയൻ ദ്വീപരാജ്യമായ ഗ്രാനഡയിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ അർജന്റ് ഫ്യൂറി. ഗ്രാനഡയിലെ ഹഡ്സൺ ഓസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണം ഇതിലൂടെ അവസാനിച്ചു. ഹോണ്ടുറസ്, നിക്കരാഗ്വ, ഹെയ്ത്തി തുടങ്ങിയ രാജ്യങ്ങൾക്കെതിരെ യുഎസ് നടത്തിയ ബനാന വാസ്, റഷ്യക്കെതിരായ സംഘർഷം, സ്പെയിനിന്റെ കോളനി ഭരണത്തിനെതിരായ ആക്രമണങ്ങൾ,
അങ്ങനെ ചരിത്രത്തിൽ ഇടം നേടിയ വേറെയും പലതുമുണ്ട്. ലാറ്റിൻ അമേരിക്കയിലും കരീബിയൻ മേഖലയിലും മാത്രമായി നടന്ന അമേരിക്കൻ അധിനിവേശങ്ങളിൽ 65,000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്കുകൾ. ഈ ഇടപെടലുകളെല്ലാം സമാധാനത്തിനും ജനാധിപത്യത്തിനും വേണ്ടിയാണെന്ന് അമേരിക്ക അവകാശപ്പെടുമ്പോഴും പലപ്പോഴും US-ന്റെ സാമ്പത്തിക ഭൗമരാഷ്ട്രീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതായിരുന്നുവെന്ന് ചരിത്രം തെളിയിക്കുന്നുണ്ട്. പല സൈനിക അധിനിവേശങ്ങളും അതത് രാജ്യങ്ങളുടെ രാഷ്ട്രീയ ഘടനയെ മാറ്റിമറിക്കുകയും അവിടുത്തെ മണ്ണിൽ ആഴത്തിലുള്ള മുറിവുകൾ അവശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്.